സ്ഥാനാർത്ഥിത്വം മുതൽ അങ്ങോട്ട് പാലക്കാട് കോൺഗ്രസിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും 2 സിനിമ എടുക്കാനുള്ള സംഭവങ്ങൾ ഇതിനോടകം അരങ്ങേറിയിട്ടുണ്ട്. പലരും കലാപക്കൊടി ഉയർത്തി, AK ഷാരിഫിനെ പോലെയുള്ള ആളുകൾ പുറത്തേക്കിറങ്ങി, ഫേസ്ബുക്കിൽ കമന്റ് ഇട്ട ആളുകളുണ്ട്, ഗ്രൗണ്ടിൽ ഇറങ്ങാത്ത ആളുകളുണ്ട്, എന്നാൽ പാർട്ടിയെ ഉറപ്പിച്ച് നിർത്താൻ പരിശ്രമിച്ചവരുണ്ട്. കോൺഗ്രസിൽ ഇനി എന്ത് സംഭവിക്കും? അതൊരു വലിയ ചോദ്യമാണ്. കോൺഗ്രസിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്നതിന്റെ സൂചനയായി മാറുമോ ഈ പാലക്കാട്ടെ ഫലം എന്നതാണ് പ്രധാനം. അത് കാണാം. പലരും കോൺഗ്രസ് വിടുന്നു എന്ന് പറയുമ്പോൾ പകരം ഒരു വാര കിട്ടിയ നല്ല കാര്യം തന്നെയാണ്. സന്ദീപ് വാര്യർ 2 ആഴ്ച മുമ്പ് വന്ന് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചരണം നടത്തിയിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിയോട് ചെയ്ത തെറ്റിനൊരു ക്ഷമാപണമാവുകയില്ല. കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ്. അതുകൊണ്ട് ആ ജനാധിപത്യ പാർട്ടിയിലേക്ക് അധികം കടന്നു വന്നു. ഞങ്ങളൊക്കെ ഇപ്പോൾ പൂർണ്ണമായിട്ട് ഒരു കുടുംബത്തിൽ അംഗങ്ങളാണ്. രാജകീയത്തിന് ഭൂമി കൊടുക്കുന്ന കാര്യം ആ തെരഞ്ഞെടുപ്പ് ദിവസം അങ്ങനെ തവണ ആവശ്യമുണ്ടായിരുന്നു. പിന്നീട് എപ്പോഴെങ്കിലും പറഞ്ഞാൽ മതിയായിരുന്നു. ഇത്തരം ചോദ്യങ്ങളൊക്കെ എന്നോടല്ല ചോദിക്കേണ്ടത്, സന്ദീപ് വാര്യരോടാണ് ചോദിക്കേണ്ടത്. വരുന്നതൊന്നും ഞാൻ TV കണ്ടതല്ലാണ്ട് എന്നോട് ആരും അതിനെപ്പറ്റി അഭിപ്രായം ഇതുവരെ ചോദിച്ചിട്ടില്ല. ആണെങ്കിൽ ഞാൻ പറയുമായിരുന്നു, ഇപ്പോൾ വന്നാൽ വന്ന വെള്ളം ഉള്ള വെള്ളത്തിനെയും കൊണ്ടുപോകും. ഒരാളെങ്കിലും അയാളുടെ കൂട്ടത്തിൽ ഈ പാർട്ടി വന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ അയാളെ കൊണ്ടുവന്നപ്പോൾ എഴുതിനത്തിന് എന്താ കാര്യം? സന്ദീപ് വാര്യർ ഇടക്കാലത്ത് നടത്തിയ ചില പ്രയോഗങ്ങളെ സംബന്ധിച്ച് ഒരു 10 പേർക്കെങ്കിലും വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിൽ ആ വോട്ട് UDF നഷ്ടപ്പെടുന്ന സ്ഥിതിയാണുള്ളത്. വലിയ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഉണ്ടായതിനേക്കാൾ ഉജ്ജ്വലമായ വിജയം നമുക്കുണ്ടാവും. പാർലമെൻറ്റ് ഇലക്ഷനേക്കാൾ കൂടുതൽ വോട്ട് പോൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കേന്ദ്രങ്ങളിൽ 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിനേക്കാൾ നല്ല രീതിയിൽ വോട്ട് കൂടുതൽ പോൾ ചെയ്തിട്ടുണ്ട്. 5 പ്രാവശ്യം ഞങ്ങളുടെ പ്രവർത്തകർ വീടുകൾ കയറി ഇറങ്ങിയിട്ടില്ല, 5 സ്ക്വാഡ് നടത്തിയിട്ടില്ല. അതിൻ്റെ നല്ല റിസൾട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല റിസൾട്ട് ഉണ്ടാവും. പക്ഷേ ഈ കോൺഗ്രസിലെ ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറയുന്ന ഉൾപാർട്ടി പോരാണ് എന്നത് അവർ തന്നെ സമ്മതിക്കാറുണ്ട്. ഈ ഉൾപാർട്ടി പോരിൽ ആര് ജയിക്കുന്നു, അതായത് ഉൾപാർട്ടി ജനാധിപത്യത്തിൽ ജയിച്ചതിന് തുല്യമാണ് എന്നതാണ് ഓരോ നേതാക്കളെയും കരുത്തരാക്കുന്നത്. ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി മുള്ളുകൾ, മുനകൾ, അതിനെയൊക്കെ മറികടക്കാനുള്ള നാളെ റിസൾട്ട് രാഹുൽ മാങ്കൂട്ടത്തിനും അതുപോലെ തന്നെ രമ്യ ഹരിദാസിനും അനുകൂലമാണെങ്കിൽ പിന്നെ ഈ പോരിന് പ്രസക്തിയില്ല. സംഭവിക്കുന്നത് കരുത്തരാണ്. പക്ഷേ മറിച്ച് സംഭവിച്ചാൽ കളം മാറും, കഥ മാറും എന്നതാണ് അവിടെ അതിനുള്ളിൽ തന്നെ ആളുകൾ പറയുന്നത്. എന്ത് സംഭവിക്കുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ദിശാസൂചകമാണ്. കേരള രാഷ്ട്രീയത്തിന് ദിശ നൽകുന്ന തെരഞ്ഞെടുപ്പാണ് നടന്നിട്ടുള്ളത്.